ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ചിക്കൻ ടിക്ക പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ചിക്കൻ ടിക്ക പോള ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതിന് മുൻപും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ കണ്ട് സപ്പോർട്ട് തരാം. അപ്പോൾ നമുക്ക് ചിക്കൻ ടിക്ക പോളയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പം ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് പിച്ചി എടുത്താൽ മതി. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കിട്ടണം എന്നേ ഉള്ളൂ. ഇപ്പം ബോണോട് കൂടി എടുത്തിട്ട് ഫ്രൈ ചെയ്താലും. അപ്പം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ഗരം മസാലപ്പൊടി, ഉപ്പും കുറച്ച് മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ അതുപോലെ വിനാഗിരിയോ അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 1/2 hour എങ്കിലും മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും അത് കൂടെ തന്നെ മല്ലിയിലയും കൂടെ വേണമായിരുന്നേ. മല്ലിയില എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതുപോലെയില്ലേ, ഞാൻ ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് മറന്നു പോവാതെ ചേർക്കണം. ഒറിഗാനോ നിർബന്ധമാണ്. എൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാ കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ കൂടുതലാവണ്ട കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കയുടെ ഫ്ലേവർ കിട്ടണമെങ്കിൽ കൂടുതലാവരുത്. പിന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ കൂടിപ്പോവേ ചെയ്യരുത് ടിക്കയുടെ ഫ്ലേവർ കിട്ടണമെങ്കിൽ. ഇപ്പോൾ ഇതാ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് എണ്ണ കുറച്ച് എടുത്താലാണ് ആ ടിക്കയുടെ ഫ്ലേവർ കിട്ടും. ഇത്രയും ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. ഏകദേശം ഒരു കരിയരുത് എന്നാൽ ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുമല്ലോ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ കുറച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോഴാണ് ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇതാ മുഴുവനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതേ പാനിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത്, പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പേസ്റ്റുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അതുപോലെ 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് വഴറ്റി കൊടുക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് സോഫ്റ്റായി വരാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് ഒരു തക്കാളി അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ റോ ടേസ്റ്റ് മാറ്റിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എളുപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി ആക്കാമെന്ന് പറയായിരുന്നേ. അപ്പോൾ ഇനി ഉള്ളി ഒന്ന് സോഫ്റ്റായ സമയത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് തക്കാളിയുടെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആ ടൊമാറ്റോയുടെയും ആ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലും ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വെയിറ്റ്. ഇനി ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കാണ്, അതുകൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് വഴറ്റി കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഈ ചിക്കനില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒറിഗാനോ ചേർക്കാൻ മറക്കരുത്. ഒറിഗാനോ എല്ലാ സൂപ്പർ മാർക്കറ്റ് കടയിലും കിട്ടും കേട്ടോ. ഇനി ചിക്കനിലോട്ട് ആ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ വല്ലാണ്ട് ഉടഞ്ഞു പോകുന്നു വേണ്ട, നമുക്കങ്ങനെ കടിക്കാൻ കിട്ടുന്നൊരു പാകം എന്ന് പറയുന്നില്ലേ, ആ രീതിക്കാണ് കിട്ടേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇത് മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മസാലയുടെ പരിപാടി കേട്ടോ. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം പോളയുടെ. അതിന് വേണ്ടിയിട്ട് 4 മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. മുട്ട നല്ല വലിയ മുട്ടയാണെങ്കിൽ ഒരു 3 മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ചെറിയ മുട്ടയായിരുന്നു എൻ്റെത്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്.
കൂടെ തന്നെ ഒറിഗാനോ ഇതിലും ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ എന്നാൽ ആ ചിക്കൻ ടിക്കയ്ക്കൂടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ കേട്ടോ. ഇനി 1.5 കപ്പോളം പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പാല് ചേർത്തിട്ട് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ടില്ലേ കുറച്ച് ലൈറ്റ് ചൂടായി തണിഞ്ഞ വെള്ളം ഉണ്ടാവുമല്ലോ, ചൂടുവെള്ളമല്ല ചൂടായി തണിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ ഉണ്ടാവേണ്ട. അധികം ലൂസും ആവരുത് എന്നാൽ അധികം അങ്ങ് തിക്കും ആവരുത്. തിക്കായാൽ ഹാർഡായി പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എപ്പോഴും ചെയ്യുന്നത് പോലെ ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്തൊരു തവയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് വേണം നമ്മൾ പാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ആ തിക്കയുടെ അടിഭാഗം കരിഞ്ഞു പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഞാൻ പറഞ്ഞതുപോലെ അധികം അങ്ങ് തിക്കോ ആവരുത്, അധികം അങ്ങ് ലൂസോ ആവാത്ത കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് വലിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആയാൽ മതി, കൂടുതലങ്ങ് വലിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് മസാല ലെയർ ചെയ്യുന്നതല്ല, അതിലോട്ടങ്ങ് പതിപ്പിച്ചിരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, വല്ലാണ്ട് വലിഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മസാലയൊക്കെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് തക്കാളിയും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ഞാൻ ചിക്കനൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഒരു അലങ്കാരത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ ആ ഒരു ടൈം അനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ആയോ നോക്കാൻ ഒരു കൊള്ളിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കാം. അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്ത് എന്നാണ് അർത്ഥം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാനുണ്ട് പോള. അതെന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൾഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് കണ്ടോ, ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ വന്നിട്ടുണ്ട്. ഇതേപോലെ വീണ്ടും ആ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വെക്കണമെങ്കിൽ വെക്കാം, അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആയി വന്നിട്ടുണ്ട്. ആ മുട്ടയും പാലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഓൾറെഡി കുക്കായതുകൊണ്ട് തന്നെ കുറേ സമയം പിന്നെ ഫ്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ആ ചിക്കനില്ല അതൊന്ന് ഇതുപോലൊന്ന് മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതൊന്ന് പൊരിഞ്ഞ് വരുന്ന ആ ടൈം മാത്രമേ വേണ്ടൂ. എന്നാലത് നമുക്ക് ആ ചിക്കൻ ടിക്കയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. അതിലാണ് എണ്ണ കുറച്ച് ഫ്രൈ ചെയ്യാനും പറയുന്നത്. അപ്പോഴാണ് ആ ചിക്കൻ ടിക്കയുടെ അതേ ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണാം. ഇത് കണ്ടോ, ചിക്കന് അതിൻ്റെ അടിവശം ഒന്നും ഒട്ടും കരിയാതെ, എന്നാൽ ആ മുകൾ ഭാഗം നമ്മൾ എണ്ണ കുറച്ച് തന്നെ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഒരു സ്മോക്കി ഫ്ലേവറിലും കിട്ടും കേട്ടോ. അതാണ് ആ ചിക്കൻ ടിക്കയുടെ ശരിയായ ഫ്ലേവർ. അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് തരാം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.